പ്രിയ ദേശനിവാസികളെ, ഞങ്ങൾ ദൈവത്തിൻ്റെ അഗാധമായിരിക്കുന്ന സ്നേഹം യേശുക്രിസ്തു മുഖാന്തരം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആ ഊഷ്മളത, ദൈവത്തിൻ്റെ അഗാധമായിരിക്കുന്ന സ്നേഹം നിങ്ങളോട് ഞങ്ങൾ ഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആർദ്രമാണ്. ഞങ്ങൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള മനസ്സലിവും ദയയും ഓർത്തും കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ച പാപക്ഷമയെ ഓർത്തും നിങ്ങളോട് ഘോഷിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന നിരവധിയായിരിക്കുന്ന ജനങ്ങളുണ്ട്. വിശേഷ വൃദ്ധരായിരിക്കുന്ന മാതാക്കന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. നോക്ക്, പിന്നെ ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ എൻ്റെ ഒരു വേദന ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ചവനാണ്. എൻ്റെ വീട് റാന്നിയാണ്. അപ്പോൾ അമ്മമാരെയൊക്കെ കാണുമ്പോൾ ഞാൻ സുവിശേഷം ഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സൊരുക്കുവാനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഓർക്കും. അതായത്, പ്രിയപ്പെട്ട, നിങ്ങളിൽ ഒരുവനെ പോലെ ഞങ്ങളെ കരുതണം. ഞങ്ങളാരും സ്വർഗത്തിൽ നിന്ന് വന്നവരല്ല. ഞങ്ങളാരും നിങ്ങളെക്കാളും നല്ലവരുമായിരുന്നില്ല. ഞങ്ങളെല്ലാവരും പാപം ചെയ്തും ഈ ഭൂമിയിലെ ഇഷ്ടങ്ങളിൽ സഞ്ചരിച്ചും അവസാനം നരകത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന സമയങ്ങളിൽ ഇവണ്ണം വഴിത്തളിക്കുന്ന ഉപദേശിമാരോ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഉപദേശിമാരോ വാക്കുകളൊക്കെ കേട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ശോധന ചെയ്ത് മാനസാന്തരപ്പെട്ടെന്നേ ഉള്ളൂ. നോക്ക് പ്രിയപ്പെട്ട, എന്താണ് ഈ വൃദ്ധരായിരിക്കുന്ന മാതാക്കളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം ഉരുകുന്നതിന്റെ കാരണം എന്താണ്? എൻ്റെ അമ്മയെ ഓർത്താണ്. കാരണം ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ 7 മക്കളുള്ളൊരു കുടുംബമാണ്. അതിലേറ്റവും ഇളയ മകനായിരുന്നു ഞാൻ. അന്ന് ഞങ്ങൾക്ക് എന്താണ് ചോരുന്ന വീട്, ഈർക്കിൽ മാത്രമുള്ള മേൽക്കൂരകൾ, ചാണകത്തറയിൽ ചാക്ക് വിരിച്ച് കിടക്കുന്ന നനഞ്ഞ ചാണകത്തറയിൽ ചാക്ക് വിരിച്ച് ഉറങ്ങുന്ന അനുഭവങ്ങൾ. എൻ്റെ അമ്മ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു ആസ്മ രോഗിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയ്ക്ക് ഒരു പാരസെറ്റമോൾ മേടിക്കാൻ പോലും പൈസ ഉണ്ടായിരുന്നില്ല. അമ്മ എന്നും ദുഃഖത്തിലായിരുന്നു. 7 മക്കളെ പ്രസവിച്ചവളാണെങ്കിലും 8 മക്കളെ പ്രസവിച്ചവളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ അമ്മ സമാധാനം കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ നോക്ക്, പിന്നെ വീട്ടിലെ ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെ നടുവിലും എൻ്റെ അമ്മ നല്ലവളായിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പനോട് വഴക്കുണ്ടാക്കാത്ത, അമ്മയുടെ ഭർത്താവായിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അപ്പനോട് എപ്പോഴും താഴ്മയോടെ സംസാരിക്കുന്ന ഒരു മാതാവ്. പക്ഷെ പ്രിയപ്പെട്ട, എൻ്റെ ദുഃഖം എന്താണെന്നറിയാമോ? അമ്മ ഇത്ര നല്ലവളായിരുന്നെങ്കിലും എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്ക് 21 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിക്കുമ്പോഴും അമ്മ സമാധാനം കണ്ടെത്തിയില്ല. എൻ്റെ അമ്മ മരിക്കുമ്പോഴും അമ്മ ഒരു സന്തോഷം അനുഭവിച്ചവളായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. എന്നും ദുഃഖങ്ങളും കണ്ണുനീരുകളും നിരാശകളും മാത്രം. രോഗം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആസ്മാരോഗം മൂർച്ഛിച്ചിട്ട് എന്താണ് വല്ല തടികളിലോ വല്ല കമ്പുകളിലൊക്കെ പിടിച്ചിരുന്ന ഞാൻ ശ്വാസം വലിക്കുന്ന അസ്ഥിപജ്ജരമായിരിക്കുന്ന എൻ്റെ അമ്മയെ ഓർക്കും നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് എൻ്റെ ദുഃഖം എന്നറിയാമോ? അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിലല്ല ദുഃഖം, അമ്മ യേശുക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയി. ഒരു ഉപദേശിമാര് പോലും ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. ആരും ഞങ്ങളുടെ പടിക്കൽ നിന്ന് പ്രസംഗിച്ചതുമില്ല. ബൈബിൾ ആരും തന്നില്ല, ഞങ്ങൾ വായിച്ചതുമില്ല. സത്യദൈവം ആരും തിരിച്ചറിഞ്ഞുമില്ല. അപ്പൊ ആ സ്വാധിയായിരുന്ന എന്താണ് നിരാശാമുഖമായിരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ അമ്മ കഠിനമായിരിക്കുന്ന ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തൻ്റെ ജീവിതം ഈ ഭൂമിയിൽ വെച്ച് തീർന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപ്പോൾ എത്രമാത്രം ഭാഗ്യമുള്ള സ്ത്രീകളാണ്. നിങ്ങൾ എത്രമാത്രം സന്തോഷിക്കേണ്ട. കാരണം നിങ്ങളുടെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ചെവികളിലേക്ക് തരുവാൻ തക്കവണ്ണം ഞങ്ങളെ ദൈവം അയച്ചല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നിങ്ങൾ ചെല്ലും ഇങ്ങനെയുള്ള കഠിനമായിരിക്കുന്ന രോഗങ്ങളിലും വേദനകളിലും പട്ടിണികളിലും ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം. കുടുംബ തകർച്ചകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം. ഭർത്താക്കന്മാരും മദ്യപാനിയോ തല്ലുന്നവരോ ആയിരിക്കാം. വീട്ടിൽ നിങ്ങൾ തന്നെ ചിലപ്പം വീട്ടിലുള്ളവരോട് വഴക്കുണ്ടാക്കുന്നവരുമായിരിക്കാം. സമാധാനമില്ലാത്ത ഹൃദയമാണ് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നത്. സമാധാനമുള്ള ഹൃദയം ഒരിക്കലും മറ്റുള്ളവരോട് വഴക്ക് കൂടത്തില്ല. സമാധാനമുള്ള ഹൃദയം എന്താണ്? മറ്റുള്ളവർ നമ്മളോട് വഴക്ക് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാന്തതയോടെ നിൽക്കും. ആവട്ടെ പ്രിയപ്പെട്ട, ഈ സമാധാനം ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് തന്നത് യേശുക്രിസ്തുവാണ്. കാരണം ഞാൻ പുറമെ മറ്റുള്ളവരെ പണ്ടും വഴക്കുണ്ടാക്കത്തില്ല, പക്ഷെ ഹൃദയം കൊണ്ട് എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നവനായിരുന്നു. എന്നാൽ എൻ്റെ കൂടെയുള്ള ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെന്താണ്? ക്രിസ്തീയ മതത്തിൽ ജനിച്ചവരാണെങ്കിലും കള്ളു കുടിച്ചും കള്ളുണ്ടാക്കി വിറ്റും ഗുണ്ടാപ്പണി നടത്തിയും മറ്റുള്ളവരെ അടിച്ചൊതുക്കുന്നതുമായിരിക്കുന്ന മൃഗതുല്യമായിരിക്കുന്ന ജീവിതം കടന്നുപോയവർ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരുടെ സാക്ഷ്യം കേട്ടാൽ, ഈ വാഹനം ഓടിച്ചു വന്ന അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. തൻ്റെ രൂപം കാണുമ്പോൾ തന്നെ തൻ്റെ ഭാര്യയും മകളും ഒക്കെ പേടിച്ച് വിറയ്ക്കുമായിരുന്നു എന്ന്. അത്രമാത്രം താൻ ഒരു ഭീകര ജീവിയായിരുന്നു. മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്ന ക്രൂരനായിരിക്കുന്ന ഒരു ജന്തു എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്ന് നോക്കിക്കാൻ പ്രിയപ്പെട്ട, ആ മനുഷ്യൻ അത്ര സൗമ്യനായിട്ട് തീർന്നിരിക്കുന്നു. ഇന്ന് തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മകൾക്കും അദ്ദേഹം ജീവനാണ്. അദ്ദേഹത്തിന് തിരിച്ചും ജീവനാണ്. ഇവിടെ മദ്യപാനം എന്നില്ല, മദ്യപാന ആസക്തി എന്നില്ല. മദ്യപിക്കുന്ന അനേകരെ താനെന്താണ് ക്രിസ്തുവിലേക്ക് സമാധാനത്തിലേക്ക് തിരിക്കുന്ന സുവിശേഷകനായിട്ട് തീർന്നു. തൻ്റെ ജീവിതം സമാധാനം കൊണ്ട് നിറഞ്ഞു. ഇതിങ്ങനെ രൂപാന്തരം ചെയ്ത് താൻ ഒരു മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ്. ആകിയാൽ നോക്ക പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാനസാന്തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം വരുവാനും കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പറയത്തില്ലേ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ അല്പനേരം പറയട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പറയാൻ കഴിഞ്ഞുള്ളൂ. നോക്ക്, അമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളുടെ പലരുടെയും കുടുംബജീവിതം തകർന്നു കിടക്കുകയില്ലയോ? നിങ്ങളുടെ മരുമകന്മാർക്ക് പലരും വഴക്കുണ്ടാക്കുന്നവരല്ലയോ? തിരിച്ചും സംഭവിച്ചേക്കാം. അപ്പൊ എന്താണ് ഇതിനെല്ലാം ഉത്തരവുണ്ടോ? ഇങ്ങനെയൊക്കെ ജനിച്ചു പോയി, ഇനി എങ്ങനെയല്ലോ ചത്താ മതി എന്നുള്ള ചിന്ത വേണ്ട
പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമുക്ക് സമാധാനവും സന്തോഷവും നൽകി തരുന്ന, മരിച്ചതിന് ശേഷമുള്ള പ്രത്യാശ നമുക്ക് നൽകി തരുന്ന പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ, അവന്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ അവൻ തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വിചാരമുണ്ട്, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലയോ? അല്ല പ്രിയപ്പെട്ടവരെ. കത്തോലിക്കരുടെ ദൈവമല്ലയോ? അല്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? ദൈവം ഏകനല്ലയോ? അവൻ എല്ലാ ജഡത്തിന്റെയും അപ്പനല്ലയോ? അവന്റെ മുമ്പിൽ എല്ലാവരും തുല്യരല്ലയോ? അതായത് ക്രിസ്തീയ മതവുമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ യേശു ക്രിസ്തു തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരുടെയും ഏകരക്ഷകനാണ്. ആകിയാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമത്രേ നിങ്ങൾ പലപ്പോഴും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ ഹൃദയ കാഠിന്യമത്രേ നിങ്ങളെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യമത്രേ നിങ്ങൾ ദുഃഖ സാഗരത്തിൽ മുക്കുമാറാകുന്നത്. ആകിയാൽ നോക്കുവിന് നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദവും സന്തോഷവും നൽകി തരുന്ന ഈ യേശുക്രിസ്തുവിലേക്ക് നമുക്ക് തിരിയാം. അവന്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. എന്താണ് എന്റെ അർത്ഥം എന്നറിയാമോ? നോക്ക്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വിളക്ക് കത്തിക്കുമായിരുന്നു. അപ്പോൾ അതിന്റെ എണ്ണ തീരുമ്പോൾ എന്റെ അമ്മ പറയും, മോനെ കൈയും കൊണ്ടൊരു തല്ല് കൊടുക്കണമെന്ന് പറയും. ഞാൻ ആ നാളത്തിനൊരു തല്ല് കൊടുക്കും. കരിന്തിരി കത്തുമ്പോൾ അത് അതിനെ തല്ലിക്കെടുത്തും. പ്രിയപ്പെട്ടവരെ, അതിനകത്തേക്ക് വീണ്ടും എണ്ണ ഒഴിക്കാൻ ഞങ്ങളുടെ ഈ പൈസ ഇല്ല. അതിനെപ്പറ്റിയാണോ പറയുന്നത്? അല്ല. പിന്നെ എന്തിനെ പറ്റിയാ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയാ പറയുന്നത്. നിങ്ങളുടെ പലരുടെയും ജീവിതം കരിന്തിരി കത്തുന്ന അനുഭവമാണ്, അല്ലയോ? ആണെന്ന് എനിക്കറിയാം. പലരുടെയും ജീവിതം കരിന്തിരിയുടെ അനുഭവമാണ്. ഒരു സന്തോഷമില്ലാത്ത, ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലാത്ത, കുടുംബത്തിൽ ഭർത്താവിനോട് കൂടോ ഭാര്യയോട് കൂടോ സന്തോഷിപ്പാൻ കഴിയാത്ത, മക്കളുടെ കൂടെ സന്തോഷിപ്പാൻ കഴിയാത്ത കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എപ്പം വേണേലും കെട്ടുപോകാം. ആ കെട്ടുപോകുന്ന ഈ കരിന്തിരി പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വെളിച്ചം നൽകി തരുവാൻ നമ്മുടെ ആരാധനാലയങ്ങൾക്ക് കഴിയുന്നില്ല. ക്രിസ്തീയ മതമായാലും ഹിന്ദു മതമായാലും നമ്മൾ ആരാധിച്ച ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ നിന്നെ തെളിയിക്കാം. ഞാൻ എന്റെ ജീവനെ നിന്നിലേക്ക് പകർന്ന്, അല്ലെങ്കിൽ എന്താണ് കരിന്തിരി കത്തുന്ന വിളക്കിനകത്തേക്ക് എണ്ണ പകരുന്നത് പോലെ നിന്റെ നിരാശാമുഖമായിരിക്കുന്ന നിന്റെ ആത്മാവിലേക്ക് ഞാൻ എന്റെ ജീവനെ പകർന്നു തരാം. എന്നിട്ട് നിന്റെ എന്താണ് ഞാൻ ജ്വലിപ്പിച്ച് കത്തിക്കാമെന്ന്. ഞങ്ങളൊക്കെ അങ്ങനെ കത്തുന്ന മനുഷ്യരാണ് പ്രിയപ്പെട്ടവരെ. കാരണം എന്താണ്? 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയത്ത് ഞാൻ ആത്മഹത്യ തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട്? ജീവിതത്തിന്റെ ദുസ്സഹമായിരിക്കുന്ന വഴികളും എന്റെ ജീവിതത്തിൽ എണ്ണ പകർന്നു തരുവാൻ ഒരു ഉപദേശത്തിനും കഴിഞ്ഞിട്ടില്ല. ആർക്കും എന്നെ സ്നേഹിപ്പാനും കഴിഞ്ഞില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കെ ഏതാനും അതായത് ഇന്ന് രാത്രിയിലാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ആ സന്ധ്യാസമയത്ത് ഒരു മനുഷ്യൻ എന്നെ തേടി വന്നു. ഇതുപോലെ വഴിത്തളികളിൽ നിന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു ഉപദേശി എന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതിയെന്ന് ആയിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴദ്ദേഹം യേശുക്രിസ്തുവിന്റെ ഒരു വചനം പറഞ്ഞു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനം എന്നെ ആശ്വസിപ്പിക്കുകയും എന്റെ ആ കരിന്തിരി കത്തുന്ന ജീവിതത്തില് സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ ഇടയായി. പ്രിയപ്പെട്ടവർ, ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു എന്നൊരു നല്ല വാർത്ത ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ആയാൽ നോക്കുവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനമോ സന്തോഷമോ ജീവിതത്തിൽ ഒരു പ്രത്യാശയോ വരണമെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കാം. അവൻ നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അവൻ ക്രൂശിൽ മരിച്ചു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ആ കർത്താവ് മരിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ഏറ്റത്. കാരണം എന്താണ്? നമ്മുടെ പാപം അത്രേ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശക്തി അത്രേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപം നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പാപമോചനം ലഭിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇന്നും ദുഃഖത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്, ഇന്ന് നമ്മൾ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോകുന്നത് സമ്പത്തില്ലായ്മയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത അനേക തെറ്റുകൾ നമ്മളെ ഇപ്പോഴും എന്താണ് കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാല്യ യൗവന കൗമാര കാലങ്ങളിൽ ചെയ്ത അനേക തെറ്റുകൾ നമ്മളെ ഇപ്പോഴും എന്താണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ മനസാക്ഷിക്ക് സമാധാനം നൽകി തരുവാൻ നമ്മുടെ പിതൃപാരമ്പര്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ മതഭക്തിക്കും
കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു നോക്കുകയും അവൻ നമ്മുടെ പാപങ്ങളെ കഴുകും, നമ്മുടെ കുറ്റബോധത്തിൽ അവൻ നമ്മളെ വിടുവിക്കും, നമുക്ക് സമാധാനം നൽകി തരും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഇന്നും സ്വസ്ഥത കണ്ടെത്തുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ അഹങ്കാരമാണ്. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം കൂടെ നിങ്ങളോട് പറയാം. എന്റെ അമ്മയെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും പട്ടിണിയാണ്. എന്റെ ബാല്യകാലത്തെ പറ്റിയാണ് പറയുന്നത്. വല്ലപ്പോഴും കിട്ടുന്ന ഭക്ഷണം അമ്മ എന്താണ് ചോറാക്കി പൊതിയാക്കി ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ തന്നുവിടും. അങ്ങനെ എന്താണ് വിറക് പോലും ഇല്ലാതെ, ഗ്യാസ് ഇല്ലാത്ത, കറണ്ട് ഇല്ലാത്ത വീട്ടിൽ തേക്കിന്റെ കരിയിലേക്ക് പറക്കി വെച്ച് ഒരു ദിവസം പ്രഭാതത്തില് അമ്മ എനിക്ക് പൊതിച്ചോറ് കെട്ടിത്തരികയാണ്. സ്കൂളിൽ 3.5 കിലോമീറ്റർ നടന്നു പോകണം. ഞാൻ അങ്ങനെ പോകാറായപ്പോൾ എന്റെ അമ്മ, ഞങ്ങളെ സഹോദരന്മാർ തമ്മിലൊന്ന് വഴക്കുണ്ടാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കും. അമ്മ, ഈ കഷ്ടപ്പെട്ട അമ്മ തേക്കിൻ കരിയിൽ വെച്ച് ഊതി ആസ്മാരോഗിയായിരിക്കുന്ന അമ്മ എനിക്ക് ഭക്ഷണപ്പൊതി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോകാൻ നേരം പറഞ്ഞു, മോനെ പൊതി റെഡി ആയിട്ട് നീ കൊണ്ടുപോക്കണം പറഞ്ഞു. ഞാൻ എന്താണ് അഹങ്കാരം കൊണ്ടും വഴക്കുണ്ടാക്കുന്നവരും ആയതുകൊണ്ട് അമ്മയോട് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ കടന്നുപോയി. നോക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം മുമ്പോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അമ്മ എന്നെ നിറകണ്ണുകളോട് നോക്കി നിൽക്കുകയാണ്. കാരണം അമ്മ കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് മേടിക്കുവാനുള്ള താഴ്മ എനിക്കില്ലാതെ അഹങ്കാരത്തോടു കൂടി ഞാൻ കടന്നുപോയി. എന്നാൽ ഉച്ച സമയത്ത് എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെയും ഉച്ചഭക്ഷണം കഴിക്കുകയാണ്. അവരെന്താണ് നല്ല സുഗന്ധമൂറുന്ന ആ ഭക്ഷണങ്ങളൊക്കെ അഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ വിശന്ന് ആ വരാന്തയിൽ നിൽക്കേണ്ടി വന്നതിന്റെ കാര്യം എന്താണ്? ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. എന്റെ അമ്മ എനിക്ക് കഷ്ടം സഹിച്ച് ഭക്ഷണം നൽകി തരാഞ്ഞത് കൊണ്ടാണോ? അല്ല. എന്റെ അഹങ്കാരം കൊണ്ടാണ്. ആ അമ്മ തന്ന ഭക്ഷണത്തെ നിരസിച്ചത് വഴിയാണ് ഞാനന്ന് പട്ടിണിക്കിരുന്നത് പോലെ. എന്നെ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച യേശുക്രിസ്തുവിനെ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ആ യേശുക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. അവനെ വിളിച്ചപേക്ഷിക്കാത്തത് കൊണ്ട് അത്രേ നിങ്ങൾ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ക്രൂസിൽ കഷ്ടമേറ്റ് മരിക്കുന്നത് കണ്ടു. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖത്ത് അവരുതാ തുപ്പുന്നു. എന്നിട്ടും പ്രിയപ്പെട്ടവരെ, അവനൊരു അക്ഷരം പോലും മിണ്ടാതെ ആ കഷ്ടങ്ങൾ സഹിച്ചത് നമ്മളെ ഓരോരുത്തരെയുമുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. അവന്റെ ആ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള വചനത്തിന് ഒത്തവണ്ണം അവൻ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചത് വഴി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവനേറ്റു. നോക്ക്, ദൈവം നിങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ആ ക്രൂശില് അവനെ അവർ ഓരോരുത്തരും അടിക്കുകയാണ്. ഓരോ വട്ടവും അവന്റെ ശരീരത്തില് അവരെന്താണ് ചാട്ടവാറ് വീശി അടിക്കുമ്പോൾ, ഓരോ വട്ടവും യേശുക്രിസ്തുവിന്റെ മേലെ ആ ചാട്ടവാറ് വീശി അടിക്കുമ്പോൾ, നോക്ക് പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ അടർന്നു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ഏൽക്കേണ്ടി വന്നത്. നോക്കുവിൻ, നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതായിട്ടില്ല, നിങ്ങൾ ആരും ഭാരപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ തക്കവണ്ണം നിങ്ങളെ സ്നേഹിച്ച ഒരുവനുണ്ട്. അത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റാരും നിങ്ങളെ സ്നേഹിച്ചില്ല. നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങളെ സ്നേഹിച്ചില്ല. നിങ്ങളുടെ പള്ളിയിലെയോ ക്ഷേത്രത്തിലെയോ പുരോഹിതന്മാർ നിങ്ങളെ സ്നേഹിച്ചില്ല. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സ്നേഹിച്ചില്ല. ഭർത്താവ് നിന്നെ സ്നേഹിച്ചില്ല. മക്കളും നിന്നെ സ്നേഹിച്ചില്ല. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വചനമുണ്ട്. ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? അമ്മമാരെ കേട്ടുകൊള്ളുവിൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുമോ? ഇല്ല. ഒരമ്മ താൻ പ്രസവിച്ച മകനെ മറന്നു കളയുമോ? അശേഷമില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തുമില്ലെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും നിന്നെ ഒരു നാളും തള്ളിക്കളയാത്ത ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ ഘോഷിക്കുന്നു. അവന്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നാളെ നമ്മൾ മരിക്കുമ്പോൾ അവന്റെ സ്നേഹം നമ്മളോട് കൂടെയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ സ്നേഹം നമ്മളോട് കൂടെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം അവന്റെ സ്നേഹം നമ്മളോട് കൂടെയുണ്ട്. കാരണം യേശുക്രിസ്തു ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി മരിക്കുകയും മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വഴി അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷം നമ്മൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കണം. ഇപ്പോൾ നിങ്ങൾ ഒന്നുമില്ലാത്തവരും കുടിലും കഴിയുന്നവരാണെങ്കിലും മരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചവരെല്ലാവരും കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. മരിച്ചവരെല്ലാവരും അടക്കപ്പെട്ട ദഹിപ്പിച്ച ചാരത്തിൽ എഴുന്നേറ്റ് വരുന്ന ഒരു ലോകാവസാന ദിവസമുണ്ട്. അന്ന് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗം ദൈവം നിങ്ങളെ ന്യായം വിധിക്കാതിരിക്കേണ്ടതിന് ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ പാപക്കറകളെ മായ്ച്ചു കളയണം. നിങ്ങളുടെ പാപം അത്രേ നിങ്ങളെ ശിക്ഷിക്കുന്നത്. എന്നാൽ നോക്കുവിന് മാനസാന്തരപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയേറ്റ് ഒരുവനുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ കുംഭമേള നടക്കുകയാണ് 40 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് അലഹബാദിലാണ്, യുപിയിലാണ്. അപ്പോഴെന്താണ്, അനവധി കോടിക്കണക്കിന് ജനങ്ങൾ തിങ്ങി നടക്കുന്ന അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെപ്പോൾ ഉപദേശിമാര് കയറി ഓരോരുത്തരുടെ സുവിശേഷം പറയുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു മരത്തണിലിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. ഒരു യവനക്കാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു മരത്തണിലിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാണ്. അപ്പോൾ ഉപദേശി അടുത്ത് ചോദിച്ചു, കുഞ്ഞെ, യേശുക്രിസ്തു ഒരുവൻ നിന്റെ പാപത്തിനു വേണ്ടി മരിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു മരിച്ചത് മോളെ നിന്റെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ വളരെ ദേഷ്യപ്പെട്ട് ഈ ഉപദേശിയോട് പറയുകയാണ്, 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ എന്നോട് ഈ കഥ പറയണമായിരുന്നു. 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ യേശുക്രിസ്തുവിനെ പറ്റി എന്നോട് പറയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ല.
അപ്പോൾ ഈ ഉപദേശി ചോദിച്ചു, എന്ത് സംഭവിച്ചു? അവൾ പറഞ്ഞു, അവരുടെ പുരോഹിതന്മാര് അവൾക്കൊരു നിയമം വെച്ചു, നിന്റെ പാപം ക്ഷമിച്ച് കിട്ടേണ്ടതിന്, നിനക്കൊരു പാപമോചനം കിട്ടേണ്ടതിന് നിന്റെ കൈക്കുഞ്ഞിനെ, മുലകുടി മാറാത്ത നിന്റെ കൈക്കുഞ്ഞിനെ ഗംഗയാറ്റിൽ എറിഞ്ഞു കളയണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്റെ പാപം ക്ഷമിച്ചു കിട്ടേണ്ടതിന്, ദൈവത്തിന് മുമ്പില് എന്റെ പാപം ക്ഷമിക്കേണ്ടതിന്, എന്റെ മുലകുടി മാറാത്ത എന്റെ പിഞ്ചു കുഞ്ഞിനെ, എന്റെ ഏകജാതരായിരിക്കുന്ന ആൺകുഞ്ഞിനെ ഈ ഗംഗയാറ്റിൽ എറിഞ്ഞു കളഞ്ഞ മഹാപാപിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാനെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ കേട്ടുകൊള്ളുവിൻ, ഇവരെല്ലാം നമ്മളെ വഞ്ചിക്കുകയാണ്. നിന്റെ കൈക്കുഞ്ഞിനെ ഗംഗയാറ്റിൽ എറിയണ്ട, നീ എന്താണ് കാൽനടയായിട്ട് നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കണ്ട. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ ഒരുവൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവെ, അല്ലെങ്കിൽ എന്താണ് ഒരു ശിഷ്യനോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ ഉത്തരം പറഞ്ഞു, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരിക്കൽ കൂടെ പറയാം, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാർ ഇവിടെ ഉണ്ട്, കള്ളുകുടിനായിരിക്കുന്ന താന്തോന്നുകളായിരിക്കുന്ന ആൺമക്കളെ ഓർത്ത് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്, സഹോദരിമാർ ഇവിടെയുണ്ട്, പെൺമക്കളുടെ വിവാഹത്തെ പറ്റി, അവരുടെ കുടുംബജീവിതം തകർന്നതിനെ പറ്റിയും വേദനിക്കുന്ന മക്കൾ അമ്മമാർ ഇവിടെ എന്റെ മുമ്പിലുണ്ട്. എന്നാൽ എല്ലാത്തിനും പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. നിങ്ങളുടെ ഏത് തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെയും പണിയെടുക്കുവാൻ കഴിയുന്ന ഒരു യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നുണ്ട്. അവന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുവാൻ മാത്രം മതി. അവനെ നിങ്ങൾ വിളിച്ചപേക്ഷിച്ച് അവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ജീവിച്ചാൽ മാത്രം മതി. അവന് നിങ്ങൾ പൊന്നും വെള്ളിയും കൊടുക്കണ്ട, നിങ്ങളുടെ കാലുകളെ ദണ്ഡിപ്പിക്കേണ്ട. ദുഃഖവെള്ളിയാഴ്ച കുരിശ് രൂപം തോളിലേറ്റിക്കൊണ്ട് പള്ളിയുടെ ചുറ്റും നിങ്ങൾ തന്നെത്താൻ അടിച്ച് കരയുകയും വേണ്ട. ഈസ്റ്ററിന് നിങ്ങൾ കള്ളു കുടിച്ച് നശിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏകരക്ഷകൻ നിങ്ങളെ ഇന്ന് സ്നേഹിക്കുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇന്നേ വരെ നിങ്ങൾക്ക് സമാധാനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്ന് വരെ പാപത്തിൽ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയാത്ത, ഇന്ന് വരെ എന്താണ് നിങ്ങൾക്ക് രാജകാലത്തിൽ നിന്ന് രക്ഷ നൽകി തരുവാൻ കഴിയാത്ത ഈ പിതൃ പാരമ്പര്യങ്ങളെയും മതഭക്തികളെയും പൗരോഹിത്യങ്ങളെയും പാരമ്പര്യത്തെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഏകരക്ഷകനായിട്ട് വിളിച്ചപേക്ഷിക്കണം. യേശുവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്, യേശുവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എന്നോട് കരുണ ചെയ്യണമേ. അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി തരും. പ്രിയപ്പെട്ടു, ഞാൻ എന്ത് ചെയ്യണ്ടു? അവൻ പറയും, നീ എന്നിലേക്ക് തിരിയുക, ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരണമേ. ആ ക്ഷണത്തിൽ പാപം ക്ഷമിച്ചു തരുവാൻ കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, മറ്റെല്ലാ വ്യർത്ഥമായിരിക്കുന്ന ആരാധനകളും വിട്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന യേശു ക്രിസ്തു ഏകനിലേക്ക് തിരിയാം. ഇതെന്താണ്? പള്ളിഭക്തിയല്ല പ്രിയപ്പെട്ട, യേശു ക്രിസ്തുവിനുള്ള വ്യക്തിപരമായിരിക്കുന്ന ബന്ധമാണ്. അതിനുശേഷം നിങ്ങൾ സ്നാനമേറ്റാൽ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റാൽ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കും. അവൻ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറ്റും. അവൻ താൻ നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടാം. ഭാര്യയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടും. അമ്മയപ്പന്മാര് തള്ളിക്കളഞ്ഞാലും അനാഥത്വം മാറുവാൻ യേശു ക്രിസ്തു ഉണ്ട്. നിങ്ങളുടെ ദാരിദ്ര്യത്തില് കർത്താവെ ദാരിദ്ര്യം മാറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു നമുക്ക് ഓരോന്നും അന്നൊന്ന് നൽകി തരുന്നവനാണ്. അവൻ പറയുന്നു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും നിങ്ങൾ ഇനി വിചാരപ്പെടേണ്ട. ഇതൊക്കെയും കർത്താവില്ലാത്തവരല്ലയോ? അത് യേശു ക്രിസ്തു നിങ്ങൾ കർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾക്ക് വേണ്ട സോഴ്സുകൾ അവൻ നൽകി തരും. നമ്മുടെ ഉപജീവന മാർഗത്തെ അവൻ അനുഗ്രഹിക്കും. അതേപോലെ നമ്മൾ ജോലി ചെയ്തതിന്റെ കൂലി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. അത് കള്ള് ഷാപ്പിൽ പോകത്തില്ല, പോലീസ് സ്റ്റേഷനിലും പോകത്തില്ല. നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുന്ന അനുഭവത്തിലേക്ക് വരും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമോ? ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പെന്തക്കോസ്റ്റൽ അനുഭവത്തിലുള്ള പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുക. അവർ നിങ്ങളോട് അതിനെപ്പറ്റി കൂടുതൽ പറയും. ബൈബിൾ വായിച്ച് സത്യത്തെ തിരിച്ചറിയുക. ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളെല്ലാം ദൈവത്തിന് വിലയേറിയ വ്യക്തികളാണ്. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് വേണ്ടായിരിക്കാം, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടായിരിക്കാം, നിന്റെ മക്കൾക്ക് നിന്നെ വേണ്ടായിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ദൈവത്തിന് വിലയേറിയവരാണ്. അവൻ നമ്മളെ അത്രമാത്രം സ്നേഹിക്കും. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നോക്കുവിന്, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ആരും ഇനി ദുഃഖിക്കേണ്ട, ആകുലപ്പെടുകയും വേണ്ട. അവനിൽ ആശ്രയിച്ച്, അവനിൽ വിശ്വസിച്ച് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കി തീർക്കാം എന്നുള്ള ഈ അനുഭവം ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഈ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ.